ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ടേസ്റ്റുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ടൈം ഒന്നും തന്നെ വേണ്ട. നല്ല രുചിയുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സോസ് പാൻ എടുത്ത് വെക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 കവർ പാൽ, അതായത് ഏകദേശം ഒരു 3/4 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. 3/4 ലിറ്റർ മതി കേട്ടോ, ഒരുപാട് 1 ലിറ്ററിൻ്റെ ആവശ്യം തികച്ച് വേണ്ട. അതാണ് ഞാൻ 3/4 ലിറ്റർ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അങ്ങനെ ഫ്രഷ് ക്രീമോ അതുപോലുള്ള ഏത് ക്രീം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഫ്രഷ് ക്രീമോ അങ്ങനെയുള്ള ഏത് ക്രീം വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ചേർക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഞാൻ വീട്ടിൽ തന്നെ ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. അത് വേണമെങ്കിലും നമുക്ക് 3/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം, പ്രത്യേക അളവൊന്നുമില്ല, ഒരു 6 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചോളൂ വെള്ളം. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ 1/4 കപ്പ് ഇട്ടിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് കോൺഫ്ലോർ വേണം കേട്ടോ ഈ ഒരു മിക്സിന്. കാരണം ഇത് കുറച്ച് തോനെയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മളിത് പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അഗർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ജലാറ്റിൻ്റെ വെജിറ്റേറിയൻ ആയിട്ടുള്ള പൗഡറാണ് അഗർ പൗഡർ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്, ഓൺലൈൻ വഴി മേടിച്ചതാണ്. അപ്പോൾ ജലാറ്റിൻ്റെ വെജ് ആയിട്ടുള്ള, ഞാൻ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജലാറ്റിൻ മൃഗത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഈ അഗർ പൗഡർ ജലാറ്റിൻ്റെ വെജിറ്റേറിയൻ ആണ്. ഇത് വെജിറ്റേറിയൻ ഐറ്റം ആണ്. അപ്പോൾ ഞാൻ ഇതിപ്പം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 20 ഗ്രാം ചൈന ഗ്രാസ് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് കൂടുതലുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കുറച്ച് എത്ര ഓർമ്മയില്ല, 400 എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു, 350 400 എങ്ങാണ്ടാണ്. പക്ഷേ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ അഗർ പൗഡർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല തണുപ്പുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇതുകൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലോട്ട് വെക്കുകയാണ്. നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സ് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നല്ലപോലെ ചൂടാവണം, തിളപ്പിച്ചെടുക്കണ്ട. നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. കാരണം ചൂടായിട്ട് കിടക്കല്ലേ, കോൺഫ്ലോർ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അഗർ പൗഡർ നമ്മൾ കുതിർത്ത് വെച്ചില്ല, അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കുറച്ച് അല്ലാതെ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മറ്റൊരു സോസ് പാനിൽ ഒഴിച്ച് വേണമെങ്കിലും മെൽറ്റ് ചെയ്യുക കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. മെൽറ്റ് ചെയ്യാതെ ചേർത്താൽ കുറച്ച് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ കുറച്ച് പാടാണ്. മെൽറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഇതിലേക്ക് ഇത് നമുക്ക് നല്ലപോലെ തിളച്ചപ്പം ഞാൻ തീ ഓഫ് ചെയ്തതാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ ഒരു ബ്രെഡിൻ്റെ മോൾഡിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതിൽ കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി കംപ്ലീറ്റ് റൂമിൽ തന്നെ വെക്കുക. നിങ്ങൾ നേരെ ഫ്രിഡ്ജിൽ വെക്കണ്ട. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ ഫാൻ്റെ ഒക്കെ താഴെ വെച്ചിട്ടാണ് ഇത് ചൂടാറ്റുന്നത്. ചൂടാറിയതിന് ശേഷം മാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തുള്ളൂ.
എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഹൈറ്റിൽ കൂടി ആയതുകൊണ്ട് കുറച്ച് തോനെ സമയം എടുക്കും ഇച്ചിരി ആറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചു. കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുത്തിട്ടാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ആ ബട്ടർ പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് പാടൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.